ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞൊരു മെത്തേഡ് വഴി ബാത്റൂം ഫ്രഷ്നർ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു പ്ലാസ്റ്റിക് ബൗൾ എന്തെങ്കിലും എടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സോഡാപ്പൊടിയും ഒരു ക്യൂബ് കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ക്യൂബ് കർപ്പൂരത്തിന് 2 രൂപയേ ഉള്ളൂ. സോഡാപ്പൊടിക്ക് 50 ഗ്രാമിന് വരെ 5 രൂപയേ ഉള്ളൂ. നമ്മളെടുത്ത ഒരളവിന് 2 രൂപയേ വരുള്ളൂ. ഇതിലോട്ട് ഞാൻ പശയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫെവിക്വിക്കോ യൂസ് ചെയ്യരുത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പശ 5 രൂപയുടെ പശ വാങ്ങിച്ചിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒട്ടിപ്പിടിച്ച് വരുന്നുണ്ടാവും, കർപ്പൂരത്തിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ടാവും. നമുക്കിനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഇഷ്ടമുള്ള ഫ്ലേവർ ആയിട്ടുള്ള എസൻഷ്യൽ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. കടകളിൽ എസൻഷ്യൽ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. അതില്ലാത്തവരാണെങ്കിൽ പെർഫ്യൂം യൂസ് ചെയ്യാം. പെർഫ്യൂമേ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പുൽത്തൈലം, നാച്ചുറലായിട്ടുള്ള ഏതെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള പെർഫ്യൂമോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ് ഏജൻസോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് വാട്ടർ കണ്ടൻറ്റ് കൂടുകയാണെങ്കിൽ വീണ്ടും സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. പശ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫ്രഷ്നർ നന്നായിട്ട് എല്ലാ സൈഡും ഒട്ടിപ്പിടിക്കുന്ന രീതിക്ക് വരണം. ഇനി നമ്മുടെ മൗൾഡിൻ്റെ എല്ലാ വശത്തും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആക്ച്വലി ഇത് ഒരു ദിവസം 24 മണിക്കൂർ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒരു മാറ്റി വയ്ക്കാം. 24 മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം. 24 അവേഴ്സ് കഴിഞ്ഞു നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കവർ ചെയ്ത് വെച്ചത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇത് നമ്മൾ ഹാങ് ചെയ്തിടാനായിട്ട് മെഡിസിൻ റാപ്പേഴ്സോ അല്ലെങ്കിൽ നമ്മൾ ക്ലിപ്പോ ഇതുപോലെ ബാൻഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടുന്ന ട്രാൻസ്പെറൻറ്റ് കവറോ അതും അല്ലെങ്കിൽ പഴയ ഓഡോണിലിൻ്റെ ബോക്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു കവർ പോലെ തയ്യാറാക്കിയിട്ട് അതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റായത് വന്നിട്ടുള്ള ഈ ഓഡോണിൽ പുറത്തെടുക്കുകയാണ്. ഓഡോണിലല്ല, നമ്മുടെ ഹോം മെയ്ഡ് ഫ്രഷ്നർ പുറത്തെടുത്തു. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ റാപ്പറിനുള്ളിൽ കയറ്റാം. അപ്പോൾ റാപ്പറിനുള്ളിൽ കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വശം നമുക്കൊന്ന് എന്തെങ്കിലും സെല്ലോ ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബാത്റൂമിൽ ഹാങ് ചെയ്തിടാനായിട്ട് ഒരു ത്രെഡും കൂടി അതായത് ഒരു നൂലും കൂടി കണക്ട് ചെയ്തിടാം. അതിനായിട്ട് ഒരു നീഡിലോ അല്ലെങ്കിൽ ഒരു പപ്പടത്തോലോ എന്തെങ്കിലും വെച്ചിട്ട് മുകളിലൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാം. ആ ഹോളിലൂടെ നമ്മുടെ സാധാരണ വീട്ടിലുള്ള നൂല് കയറ്റിയിട്ട് ഒന്ന് കെട്ടിയിടാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. ടോയ്ലറ്റിൽ നമുക്ക് എവിടെയാണോ സ്മെല്ല് വരുന്ന പ്രശ്നമുള്ളത് അവിടെ നമുക്കിത് ഹാങ് ചെയ്തിടാം. ഇനി നമുക്കിത് ഇതിൽ നിന്നും പുറത്ത് സ്മെല്ല് വരാനായിട്ട് ഇതിൽ കുറച്ച് പോർസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു നീഡിലിൻ്റെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ പപ്പടക്കോലിൻ്റെ സഹായം കൊണ്ടോ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ കുറേ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ ഹോൾസ് വഴി അതിൽ നിന്നും ആ സ്മെല്ല് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇത് നമുക്കിനി ബാത്റൂമിൽ ഹാങ് ചെയ്തിടാം. അങ്ങനെ ഇത് വന്നിട്ട് ഒരു മാസമൊക്കെ കൂടുന്ന സമയത്ത് ഇതിൽ നിന്ന് സ്മെല്ല് കുറഞ്ഞു വരുന്ന സമയം നിങ്ങൾ വീണ്ടും അതിലോട്ട് പുൽത്തൈലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത പെർഫ്യൂം ഏതാണോ അതും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്ത ഈ സോഡാപ്പൊടി പറയണത് നല്ലൊരു ബേസാണ്. ഏതൊരു സ്മെല്ലും അത് പിടിച്ചു വെക്കാനായിട്ട് ആക്ട് ചെയ്യുന്ന നല്ലൊരു ബേസാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കും. നമുക്ക് 10 രൂപയിൽ താഴെ ചിലവുള്ളൂ. പക്ഷേ നമ്മൾ മാസം വാങ്ങിക്കുന്ന ഈ ഉടാണിൽ നിന്നും ഒരു 100 രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് മാസം ലാഭിക്കാം. ഇത് ഏകദേശം 5-6 മാസത്തിന് മുകളിൽ നിൽക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കൂ, വാട്സാപ്പും ഫേസ്ബുക്കും വഴി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഇത്തരത്തിലുള്ള വീഡിയോസ്, കൂടുതൽ ടിപ്സ് വീഡിയോസ് അല്ലെങ്കിൽ റെസിപ്പി വീഡിയോസൊക്കെ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമുക്കിനി അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അതിലെല്ലാവർക്കും ഗുഡ് ബൈ.